യുക്രൈൻ യുദ്ധവും യുദ്ധക്കുറ്റങ്ങളും യുദ്ധക്കുറ്റവാളികളും. യുദ്ധവിരോധം ശക്തം, പക്ഷേ അത് യൂറോപ്പിനകത്ത് മാത്രം. അതിനപ്പുറത്തേക്ക് ആക്ടിവിസ്റ്റുകളോ മാധ്യമങ്ങളോ ശ്രദ്ധിക്കുന്നില്ല. വാർത്താ ലോകത്തൊരു ഹൈടെക് പാവക്കൂത്ത്. സ്വാഗതം, ഇത് മീഡിയ സ്കാൻ. യുക്രൈൻ യുദ്ധത്തിന് ഒരു വർഷം തികഞ്ഞു. ഇപ്പോൾ യൂറോപ്പ് ഒരു ആണവ യുദ്ധത്തിന് കോപ്പ് കൂട്ടുകയാണോ? ആണവായുധം കുറക്കാനുള്ള ചർച്ചകളിൽ നിന്ന് റഷ്യ പിന്മാറുകയാണെന്ന് പ്രസിഡന്റ് പുടിൻ. ആണവ കരാർ മരവിപ്പിക്കുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ സംഘർഷം മൂർച്ഛിപ്പിക്കുകയാണെന്ന് പുടിൻ ആരോപിക്കുന്നു. നാറ്റോ സഖ്യം റഷ്യക്കടുത്തുവരെ വ്യാപിപ്പിച്ച് യുദ്ധത്തിന് പ്രകോപനമുണ്ടാക്കിയത് പാശ്ചാത്യ രാജ്യങ്ങളാണ്. അവരിപ്പോൾ യുദ്ധം കൂടുതൽ രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പുടിൻ പറയുന്നത്. US പ്രസിഡന്റ് ജോ ബൈഡൻ പെട്ടെന്ന് യുക്രൈൻ സന്ദർശിച്ചതും ശുഭസൂചനയല്ല. സ്വന്തം രാജ്യത്തിൻ്റെ പോർമുഖം സന്ദർശിച്ച് പോരാളികളെ ആവേശം കൊള്ളിക്കുന്ന നേതാവിൻ്റെ മട്ടിലായിരുന്നു ആ മിന്നൽ സന്ദർശനം. ബൈഡനും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും യുദ്ധം മുറുക്കുന്നതിനെ പറ്റിയാണ്, പരിഹാരത്തെ പറ്റിയല്ല സംസാരിച്ചത്. മാത്രമല്ല, നാട്ടിൽ സാമ്പത്തിക ഞെരുക്കമുള്ളപ്പോഴും ബൈഡൻ സർക്കാർ ആയുധ ചെലവ് കുത്തനെ കൂട്ടി. We were patient in our negotiations to come out of this horrible conflict. However, behind our backs, a completely different scenario was being prepared. The assurances from the Western leaders to ensure peace in Donbass turned out to be a lie. They were just dragging time, and they were trying to close their eyes to the political killings and repressions of the Kiev regime. And അമേരിക്കൻ പക്ഷം യുക്രൈന് നൽകിയ സൈനിക സഹായത്തിൽ ആണവായുധവുമുണ്ട് എന്ന് പുടിൻ കഴിഞ്ഞ ദിവസം ആരോപിച്ചു. ആപൽക്കരമായ കളിയാണ് ഇരുപക്ഷവും ഇപ്പോൾ കളിക്കുന്നത്. സർവനാശത്തിലേക്ക് ഇനി എത്ര അകലമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന പ്രതീകാത്മക ഡൂംസ് ഡേ ക്ലോക്ക് ആണവ ശാസ്ത്രജ്ഞർ ഒന്നുകൂടി മുന്നോട്ടാക്കിയിരിക്കുന്നു. നാശത്തിലേക്ക് ഇനി 1.5 മിനിറ്റ് മാത്രം. റഷ്യയെ മാത്രമല്ല ഇറാനെയും ചൂണ്ടിയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് യുക്രൈനെ ആയുധമണിയിക്കുന്നത്. Together we're delivering as much equipment in the next few months as in the whole of 2022. And together we must help Ukraine to shield its cities from Russian bombs and Iranian drones. And that's why the United Kingdom will be the first country to provide Ukraine with longer range weapons. പുടിൻ സമാധാനവാദിയാണെന്ന് ആരും പറയില്ല. അധികാരത്തിൻ്റെ സംഹാരശേഷി പല തവണ അദ്ദേഹം പ്രയോഗിച്ചിട്ടുള്ളത് പഴയ വാർത്തകളിൽ കാണാം. മനുഷ്യരോടല്ല, അധികാരത്തോടാണ് മറ്റു പല ഭരണാധികാരികളെയും പോലെ അദ്ദേഹത്തിനും താല്പര്യം. മറുവശത്ത് പാശ്ചാത്യരോ? നാറ്റോ വ്യാപിപ്പിക്കില്ല എന്ന പഴയ ധാരണ അവർ അട്ടിമറിച്ചു. നാറ്റോ സൈനിക സഖ്യം തങ്ങളെ ചുറ്റിവരിയുന്നുണ്ട് എന്ന് റഷ്യക്ക് തോന്നി. പാശ്ചാത്യർ യുക്രൈന് ആയുധം നൽകുന്നു, റഷ്യ ആണവ ചർച്ചയിൽ നിന്ന് ഒഴിയുന്നു. ഇത് മാത്രമല്ല, റഷ്യയിൽ നിന്ന് ജർമ്മനിയിലേക്കുള്ള നോർഡ് സ്ട്രീം വാതക പൈപ്പ് ലൈൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ ആരോ തകർത്തു. ചെയ്തത് റഷ്യ എന്ന് മറുപക്ഷം, അമേരിക്കയാണെന്ന് റഷ്യ. ഇപ്പോൾ ഇതാ സീമോർ ഹെർഷ് എന്ന അമേരിക്കൻ പത്രലേഖകൻ വെളിപ്പെടുത്തിയിരിക്കുന്നു നോർഡ് സ്ട്രീം പൈപ്പ് തകർത്തത് അമേരിക്ക തന്നെയാണെന്ന്. ഇത് അമേരിക്കൻ മാധ്യമങ്ങൾ ഏറെക്കുറെ അവഗണിച്ചെങ്കിലും തെളിവുകൾ നിസ്സാരമല്ല. ഹെർഷ് അരനൂറ്റാണ്ട് കാലത്തെ പരിചയസമ്പത്തുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റാണ്. ആഗോള ജേർണലിസ്റ്റം അവാർഡുകളെല്ലാം നേടിയിട്ടുള്ളയാൾ. വിയറ്റ്നാമിലും ഇറാഖിലും ഇറാനിലും സിറിയയിലുമെല്ലാം തൻ്റെ രാജ്യം ചെയ്ത ക്രൂരതകൾ ഈ അമേരിക്കൻ ജേർണലിസ്റ്റ് വാർത്തയാക്കിയിട്ടുണ്ട്. അദ്ദേഹമാണ് മുൻപ് വാട്ടർ ഗേറ്റ് കുംഭകോണ വാർത്തയും പുറത്തുവിട്ടത്. ഒട്ടും ചെറുതല്ല പുതിയ വെളിപ്പെടുത്തലും. Nord Stream pipeline. This is a huge story. This is from Seymour Hersh, the legendary investigative journalist. And he put this out on his Substack on Wednesday morning, this long
report that details how the U.S. destroyed the Nord Stream pipelines. Just very explosive allegations in this report. And it says that U.S. Navy divers planted C4 explosives on the Nord Stream pipelines last June, in June 2022, during NATO exercises known as the Balt Ops 22. വേണ്ടി വന്നാൽ വാതക പൈപ്പ് തകർത്ത് റഷ്യക്ക് നഷ്ടമുണ്ടാക്കാനാകും എന്ന് അമേരിക്കയിലെ CIA-യും ഉദ്യോഗസ്ഥരും മാത്രമല്ല പ്രസിഡന്റ് ബൈഡൻ വരെ മുൻപ് അവകാശപ്പെട്ടിരുന്നു താനും. If Russia invades, that means tanks or troops crossing the border of Ukraine again. Then there will be no longer a Nord Stream 2. We will bring an end to it. How will you do that exactly, since the project and control of the project is within Germany's control? We will, I promise you, we'll be able to do it. ഹേർഷിന്റെ റിപ്പോർട്ട് ഇത്തവണ കൃത്യമല്ല എന്ന നിലപാടിലാണ് പല പാശ്ചാത്യ മാധ്യമങ്ങളും. ഏതായാലും പരസ്പരം പഴിചാരിക്കൊണ്ട് റഷ്യയും പാശ്ചാത്യരും കൊമ്പ് കോർക്കുകയാണ്. യുക്രൈനിൽ റഷ്യ യുദ്ധക്കുറ്റങ്ങൾ ചെയ്തു എന്ന ആരോപണം ഇപ്പോൾ ബ്രിട്ടനും അമേരിക്കയും ഉയർത്തുന്നുണ്ട്. ഇത് US വൈസ് പ്രസിഡന്റ് കമല ഹാരിസ്. In the case of Russia's actions in Ukraine, we have examined the evidence. We know the legal standards. And there is no doubt these are crimes against humanity. മനുഷ്യരാശിക്കെതിരായ കുറ്റം ചെയ്തു എന്ന ഈ ആരോപണത്തിൽ യുദ്ധം മുറുകും എന്ന സൂചനയുണ്ട്. ആരാണിപ്പോൾ യുദ്ധക്കുറ്റത്തെപ്പറ്റി പറയുന്നത്? അണുബോംബടക്കം യുദ്ധക്കുറ്റങ്ങൾ ധാരാളം ചെയ്തു കൂട്ടിയ അമേരിക്ക. ഇപ്പോൾ യുക്രൈന് ശുഷ്ക യുറേനിയം ബോംബുകൾ പോലും അമേരിക്ക നൽകിയെന്ന് ആരോപണമുണ്ട്. On January 25th, the Biden administration announced that it would be sending Abrams tanks to Ukraine, which is an obvious escalation of this war, something that President Biden said would lead to World War III. Apparently, that is out the window. But maybe lost in this whole story is what type of munitions will be used by these Abrams tanks. Remember those depleted uranium munitions that were found in Iraq, which of course maybe led to all sorts of birth defects. വെറും കാഴ്ചയിൽ പോലും ഞെട്ടിക്കാൻ പോകുന്ന ജന്മവൈകല്യങ്ങൾ ഇന്നും ഇറാഖിലുണ്ട്. അമേരിക്കയുടെ ഡിപ്ലീറ്റഡ് യുറേനിയം ഉണ്ടാക്കിയത്. ഇനിയും അവർക്ക് മതിയായിട്ടില്ല എന്ന് തോന്നുന്നു. ബഗ്ദാദിലും മറ്റും വാസസ്ഥലങ്ങളിൽ ബോംബിട്ടവർ, അബൂ ഖുറൈബ് ജയിലിൽ മനുഷ്യത്വമില്ലാത്ത ക്രൂരതകൾ ചെയ്തവർ, അഫ്ഗാനിസ്ഥാനിൽ കുന്ദൂസ് ആശുപത്രിയിലടക്കം ബോംബിട്ടു. യുദ്ധം വലിയ വ്യവസായമാക്കിയവർ, വിയറ്റ്നാമിലെ മീലായ് ഗ്രാമത്തിൽ US പട്ടാളം 1968 നടത്തിയ കൂട്ടക്കൊല ലോകമറിഞ്ഞത് സീമൂർ ഹെർഷിലൂടെയാണ്, റോണൾഡ് ഹേബേൾ എടുത്ത ഫോട്ടോകളിലൂടെയും. ഹെർഷ് പറയുന്നു, റിപ്പോർട്ട് ചെയ്യാൻ പോലും വിഷമിച്ച കൊടും ക്രൂരതകൾ. ചരിത്രത്തിൽ അണുബോംബ് പ്രയോഗിച്ച ഏക രാജ്യമായ അമേരിക്ക, അനേകം രാജ്യങ്ങളിൽ അന്യായമായി കടന്നു കയറിയ അമേരിക്ക ഇപ്പോൾ യുക്രൈനിൽ നേരിട്ട് ഇടപെടാനും നോക്കുന്നു. Game where Biden says he won't send, long range missiles because it could be perceived by Russia as a dangerous escalation, and then he does it again and again. Even the New York Times has reported on all of this waffling. But what's amazing, if you look at this headline, മാധ്യമങ്ങൾ അതിനെ ഗൗരവം കുറച്ചാണ് കാണുന്നത്. അനേകം ജനങ്ങളെ യാതനയിലാക്കിയ ശുഷ്ക യുറേനിയമാണ് യുക്രൈനും ഇപ്പോൾ കൊടുക്കുന്നത്. 1991 and 2003 invasions. It also used them in Yugoslavia and Bosnia and Kosovo in the 1990s. And in 2015, most recently, it fired thousands of shells in Syria, in Islamic State-held territory, despite promises not to use it. ഇതെല്ലാം യുദ്ധക്കുറ്റമല്ലേ? മനുഷ്യരാശിക്കെതിരായ കുറ്റമല്ലേ? അമേരിക്കയെ രക്ഷകനായി കണ്ടിരുന്നവർ ഇന്ന് അതിനെ പിശാചായി കാണുന്നുണ്ട്. يستهدفون قائد بداخل دولتنا، لا عندنا سياده، لا عندنا اجواء تابعه لنا للعراق، هو يدخل بداخل اراضينا ويضرب قادتنا. امريكا هي الشيطان الاكبر، امريكا هي الارهاب، امريكا هي صانعه الارهاب، امريكا هي بلد الفوضى، امريكا بداخلها فوضى وتريد تصنع الفوضى في كل العالم. امريكا لا ديمقراطيه، امريكا لا انسانيه، امريكا
عباره عن دكتاتوريه. هذا عمل ارهابي مؤلم، وامريكا مع الاسف تدعي بحقوق الانسان وهي ابعد ما يكون عن ذلك. هي تنتهك حقوق الانسان في هذه الضربه وغيرها وغيرها وغيرها، ونشر الارهاب عندنا وفي باقي الدول هي منبع الارهاب. ഭീകരവിരുദ്ധ യുദ്ധം എന്ന പേരിൽ എത്ര പൗര സമൂഹങ്ങളെ അമേരിക്ക നശിപ്പിച്ചു? 3.25 കോടി മനുഷ്യരെയാണ് വഴിയാധാരമാക്കിയത്. Our war on terror begins with Al-Qaeda, but it does not end there. It will not end until every terrorist group of global reach has been found, stopped, and defeated. "37 million people. That is how many have been displaced from their homes during the U.S. war on terror. Caves of Iraq were destroyed, and more than 9 million people were displaced, including 2 million who sought asylum abroad. In Afghanistan, where the war on terror was launched in 2001 against Al-Qaeda and the Taliban, more than 5 million people have been displaced. This added to another 4.4 million Afghan refugees who were already displaced after decades of conflict. It is often described as the longest war in U.S. history." സഖ്യരാജ്യമായ ബ്രിട്ടനും മോശമല്ല. 2ാം ലോക യുദ്ധത്തിന് ശേഷം അവർ നടത്തിയ സൈനിക ഇടപെടലുകളുടെ പരമ്പര. ഫലസ്തീനിൽ, ഏഡനിൽ, ജോർഡാൻ, ഇറാൻ, സൈപ്രസ്, ഒമാൻ, വീണ്ടും ജോർഡാൻ, കുവൈറ്റ്, യമൻ, വീണ്ടും ഏഡൻ, വീണ്ടും ഒമാൻ, വീണ്ടും ജോർഡാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാഖ് യുദ്ധം, അഫ്ഗാൻ അധിനിവേശം. യുക്രൈൻ യുദ്ധ വാർഷികത്തിൽ അമേരിക്ക റഷ്യക്കെതിരെ യുദ്ധക്കുറ്റം ആരോപിക്കുന്നു. റഷ്യയാകട്ടെ ആണവ കരാറിൽ നിന്ന് പിൻവാങ്ങുന്നു. പാശ്ചാത്യ മാധ്യമങ്ങൾ റഷ്യയുടെ കുറ്റങ്ങൾ മാത്രം കാണുന്നു, സ്വന്തം തെറ്റുകൾ കാണാതിരിക്കുകയും എന്നിട്ട് യുദ്ധമെങ്ങനെ തീരുമെന്ന് വേവലാതിപ്പെടുകയും ചെയ്യുന്നു. 2 പക്ഷവും അതിരുവിട്ടതിൻ്റെ ഉദാഹരണമാണ് യുക്രൈൻ. സർവനാശമറിയിക്കുന്ന ശാസ്ത്രജ്ഞരുടെ ക്ലോക്ക് മുന്നറിയിപ്പ് തന്നു കഴിഞ്ഞു.